A+Tube സ്വാഗതം. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് A+Tube. വളരെയധികം എപ്പിസോഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ലഭിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ എപ്പിസോഡുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോൾ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി തന്നെ ഈ വെളിപ്പെടുത്തിയ ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു ചെറിയ എപ്പിസോഡാണ്. അദ്ദേഹം മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നു, അമിതമായി ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്ത് ഈ ഭൂമി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നൽകപ്പെട്ട ഉത്തരവുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യാപകമായി പാടം നികത്തുന്നുണ്ട് അഥവാ നികത്തിയിട്ടുണ്ട്. ഇങ്ങനെ നികത്തപ്പെട്ട പാടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതപ്പെടുത്തുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 1218 കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുമാണ് മന്ത്രി വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള നോട്ടീസുകളിന്മേൽ കൂടുതൽ വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഈ നൽകിയിരിക്കുന്ന സൂചന. റവന്യൂ മിനിസ്റ്റർ ശ്രീ കെ രാജൻ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 440.91 ഹെക്ടർ ഭൂമി വരെ നമ്മുടെ കേരളത്തിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിക്കഴിഞ്ഞതിൽ ഉൾപ്പെടുന്നു എന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ഈ ദുരുപയോഗം നടന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം. സാധാരണ ആളുകളൊന്നും ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ ഭൂമാഫിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ലോബി എന്ന് പറയുന്നവർ അവർക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനാരെ സ്വാധീനിക്കണം, അതിനെന്തൊക്കെയാണ് സ്വാധീനിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതെല്ലാം വ്യക്തമായി അറിയുന്ന ഒരു ഗ്രൂപ്പാണ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ്. അതിലെല്ലാവരുമില്ല, അതിൽ പ്രധാനികളായ ചില ആളുകളുണ്ട്. കേരളത്തിലുടനീളം നിങ്ങൾക്ക് സഞ്ചരിച്ചാൽ അറിയാം ഈ ഭൂമി അല്ലെങ്കിൽ പാടം നികത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നികത്തപ്പെട്ട് കഴിഞ്ഞതും ധാരാളമുണ്ട്. ഇങ്ങനെ നികത്തപ്പെട്ട് കഴിഞ്ഞ ഭൂമി അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഉത്തരവ്, അതായത് സർക്കാരിൻ്റെ ഉത്തരവിനെ തന്നെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ചെയ്യപ്പെട്ടതാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1218 കേസുകൾ പിടിക്കപ്പെട്ടതും അതിനെല്ലാം ഇപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുള്ളതും. അതെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന നിയമപരമായ ചില കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നികത്താൻ നോട്ടീസ് കൊടുക്കുമ്പോൾ ആ കക്ഷികളൊക്കെ തന്നെ നികത്താതിരിക്കാൻ വേണ്ടി നോക്കും. അതിനുവേണ്ടി അവർ ഒന്നിൽ നോട്ടീസിൽ സാധാരണ നിലയിൽ മറുപടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ മറുപടി നിരസിച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ അതൊരു നിയമപ്രശ്നമായി മാറുകയും തുടർന്ന് കോടതിയുടെ തീരുമാനത്തിന് വിധേയമാവുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ എല്ലാം തന്നെ നോട്ടീസുകൾ നൽകി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നോട്ടീസ് പോയിട്ടുണ്ട്. പക്ഷേ ഈ നോട്ടീസിനെ തുടർന്നുള്ള നടപടികൾ ഊർജിതപ്പെടുത്തും എന്ന് മന്ത്രി പറയുന്നത് ആണ് നമുക്ക് ശരിക്കും അടിവരയിട്ട് കാണേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്തരം സർക്കാർ നോട്ടീസുകളൊക്കെ പോയാൽ തന്നെ സ്വാധീനത്തിൻ്റെ പേരിൽ പല ആളുകളും ഇതിനെ മറികടക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. അതെല്ലാം അങ്ങനെ നടക്കുമോ അല്ലെങ്കിൽ നീതിയുക്തമായി തന്നെ നടക്കുമോ എന്നുള്ളതേ കണ്ടറിയാൻ ഉള്ളൂ. സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു ലോബി, ഭൂമി നികത്തലുമായി ബന്ധപ്പെട്ട ഒരു വലിയ ലോബി സംസ്ഥാനത്തുടനീളം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പലയിടത്തും ബാനറുകൾ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഭൂമി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി സമീപിക്കുക, ഉടനടി അത് ചെയ്തു തരുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഫോൺ നമ്പർ സഹിതം എഴുതി തൂക്കിയിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അത് ശരിക്കും നിയമപരമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് നിയമത്തിനെ മറികടക്കാനുള്ള ഉപദേശങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നതിന് വേണ്ടി ഫീസ് ഈടാക്കിക്കൊണ്ട് ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരസ്യവാചകമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലുടനീളം നിങ്ങൾക്ക് കാണാം. ഈവൻ എറണാകുളം പോലുള്ള ഒരു നഗരപ്രദേശത്ത് പോലും പല സ്ഥലങ്ങളിലും ഈ ബാനറുകൾ ഇപ്പോഴും തൂക്കിയിട്ടിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ആണ്. എന്തായാലും ഇത് ഗവൺമെൻറ് ഗൗരവമായി എടുക്കുന്നുണ്ട് എന്ന്
ആണ് ഇപ്പോൾ മന്ത്രി പറയുന്നതിൽ നിന്നും വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇതിനകത്ത് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന്, അല്ലെങ്കിൽ വീഴ്ചയിൽ ഒന്ന്, ഈ അപേക്ഷകൾ കൊടുത്തിട്ട് വർഷങ്ങളായിട്ട് ആ അപേക്ഷകൾ ഡിസ്പോസ് ചെയ്യാതെ അതിന് പിന്നെ ഊർജ്ജസ്വലതയോടുകൂടി അക്കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സർക്കാർ നടത്തിയ വീഴ്ചയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം. ആളുകൾ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നു മടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ഒന്നുകിൽ ഇത് ഉത്തരവ് കിട്ടിയിട്ടാണ് ഭൂമി വിൽക്കാനുള്ളത്, ഇല്ലെങ്കിൽ ആ ഭൂമി വിറ്റിട്ട് മകളെ കെട്ടിക്കാനുള്ളത്, അങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളുള്ള സാധാരണ മനുഷ്യർ കൂടി ഉണ്ട് ഈ കുടുക്കിനകത്ത് പെട്ടത്. അവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഡേറ്റാ ബാങ്ക് പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്താതെ തന്നെ അത് ചെയ്തു. പ്രമാണത്തിൽ കൃഷിഭൂമി എന്ന് കണ്ടാൽ ഉടനെ ഡേറ്റാ ബാങ്കിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. സ്ഥലത്ത് പോയി അത് അങ്ങനെയാണോ അല്ലയോ എന്ന് നോക്കാൻ ആരും പോയില്ല. അങ്ങനെ ജനങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ജനങ്ങളെ ശിക്ഷിച്ചിട്ട് അതും അവരപേക്ഷ കൊടുത്തിട്ട് വർഷങ്ങളായി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടാക്കി വച്ചിട്ട് ഇത്തരം നോട്ടീസുകൾ കൊടുക്കുന്നത് കൊണ്ട് അതിനകത്ത് നമുക്കൊരു ലോജിക്ക് കൂടി എല്ലാ കാര്യത്തിലും വേണം. അതുണ്ടാകാതെ പോയി എന്നും കൂടി പറയാതെ വയ്യ എന്ന് ആണ് ഞാൻ ചുരുക്കി പറഞ്ഞ് വെക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഈ അനധികൃതമായി പാടം നികത്തിയവരെ ശിക്ഷിക്കണം. പക്ഷേ പാടമേ അല്ലാതെ കരപുരയിടത്തിൽ പിന്നെ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ കരപുരയിടം എന്നത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളെയെങ്കിലും ഇനി എത്രയും വേഗം ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു അപേക്ഷയേ ഉള്ളൂ. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ 72 പേരെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അത് നല്ല കാര്യം. പക്ഷേ അതും ഒരു ഫോളോ അപ്പ് വേണം എന്നുള്ളതും പറയാതെ വയ്യ. എന്തായാലും ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ചാനലിൽ ഇനിയും ഉണ്ടാകും എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.